മന്ത്രി പി രാജീവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് രംഗത്ത് വന്നു. കാരണം ദീപ്തി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് CPM-ലേക്ക് ദല്ലാൽ നന്ദകുമാറും EP ജയരാജനും അടക്കം ക്ഷണിച്ചിരുന്നു, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അന്ന് അത് തള്ളിയതാണെന്ന് ദീപ്തി പറയുന്നു. പി രാജീവിനെ കഴിഞ്ഞ കുറെ കാലമായി തനിക്ക് അറിയാമെന്നും പെൺകുട്ടികളെ ഉൾപ്പെടെ മോശം വാക്കുകൾ വിളിക്കുന്ന SFI നേതാവായിരുന്നു പി രാജീവെന്നും ദീപ്തി ആരോപിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും EP ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി. എന്നാൽ അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് അന്നത് പുറത്തു പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്കുള്ള വിലയെ ഞാൻ കണ്ടിരുന്നുള്ളൂ, അത്രയ്ക്കുള്ള വാല്യൂ മാത്രമേ ആ സമീപനത്തിൽ ഞാൻ കണ്ടിരുന്നുള്ളൂ. EP ജയരാജനല്ല, സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം, സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. പിന്നെ പി രാജീവ് ഇന്നലെ എന്നെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. പി രാജീവിനെ എനിക്ക് ഇവിടെ വ്യവസായ മന്ത്രിയായി വന്നപ്പോൾ മാത്രമല്ല പരിചയമുള്ളത്. 90കളിൽ 89 മുതൽ 90കളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രിയായിട്ടല്ല. ഇന്നിപ്പോ സിദ്ധാർത്ഥിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, SFIയുടെ ഇടിമുറികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അന്ന് പുറത്തുനിന്ന് അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന DYFIക്കാരൻ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത്, എന്തിനായിരുന്നു അവിടുത്തെ യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ അന്ന് യൂണിറ്റ് പ്രസിഡന്റാണ് മഹാരാജാസിലെ. അന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുന്നതിനും ആക്രമിക്കുന്നതിനും SFIക്ക് നേതൃത്വം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ സിദ്ധാർത്ഥുമാരെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പി രാജീവ്. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് എത്തരത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏതായാലും ദീപ്തി മേരി വർഗീസിനെ CPM നേതാക്കളാരും സമീപിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് അറിയിക്കാനാണ് ഇത്തരം വെളിപ്പെടുത്തലുകളെന്നും പി രാജീവ് ഇന്നലെ പരാമർശിച്ചിരുന്നു. ഏതായാലും ആ വിവാദം എറണാകുളം ജില്ലയിൽ അങ്ങനെ കത്തുകയാണ്.